രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, നേരത്തെ നിരവധി സാഹചര്യങ്ങളിൽ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, തീർച്ചയായും ഈ അതിജീവിതയെ വലിയ തോതിൽ അധിക്ഷേപിക്കുന്ന നിലയിൽ അവരുടെ ഐഡന്റിറ്റി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഈ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിന് വിധേയയായ ഈ അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. സൈബർ പോലീസിലായിരുന്നു ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സൈബർ പോലീസ് ഒരു നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുലിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ AR ക്യാമ്പിലാണ് രാഹുൽ ഈശ്വറിനെ എത്തിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ പല നേതാക്കളും, അതായത് കോൺഗ്രസിനകത്തെ പല നേതാക്കളും ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ അതിജീവിതയെ അപമാനിക്കുന്ന നിലയിലേക്ക്, അവഹേളിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ പല സൈബർ ഗ്രൂപ്പുകളും അവരുടെ ഔദ്യോഗിക ഹാൻഡിൽ ഉൾപ്പെടെ ആ നിലയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. അതായത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുക എന്നുള്ളത് തന്നെയാണ് സൈബർ പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉടനടി ഈ വിഷയത്തിലൊരു നടപടിയിലേക്ക് സൈബർ പോലീസ് കടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് വ്യാപകമായി ഈ അതിജീവിതയെ അവഹേളിക്കുന്ന നിലയിലേക്ക്, അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി, അവർ ഈ ഒരു ബലാത്സംഗത്തിന് ഉൾപ്പെടെ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുന്നതല്ല. മാധ്യമങ്ങൾക്കാണെങ്കിലും മറ്റാർക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ മനഃപൂർവ്വം അവരുടെ ഐഡന്റിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊരു നടപടി സൈബർ പോലീസ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അല്പസമയം മുൻപ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിച്ചിട്ടുള്ളത്. ശ്രീനിധി, തീർച്ചയായും കമലേഷ്, അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് ഈ ഒരു കേസ്. യുവതി മൊഴി നൽകിയത് മുതൽ ഈ 4 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. എന്നിട്ട് പോലും സൈബർ പട ഉൾപ്പെടെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഈ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വിവിധ മാധ്യമങ്ങളിൽ പോകുന്നു, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്നു അതിജീവിതയെ. നമുക്കറിയാം, ആ ഒരു പെൺകുട്ടിയുടെ ദയനീയതയോടുള്ള ശബ്ദം നമ്മൾ കേരളം മുഴുവൻ കേട്ടതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ പെൺകുട്ടിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു. മാത്രമല്ല, ആ പെൺകുട്ടിയെ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ പല മാധ്യമങ്ങളിൽ എത്തിച്ചേർന്ന് രാഹുൽ സംസാരിക്കുന്ന കാര്യം കൂടി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു കസ്റ്റഡി. കമലേഷ്, ശ്രീനിധി, തീർച്ചയായും വലിയൊരു സന്ദേശം തന്നെയാണ് സൈബർ പോലീസ് ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ, ഈ പരാതിയിൽ ഒരു നടപടി സ്വീകരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കേസുകളെ പോലെയല്ല ഈ കേസിൽ വളരെ സംഘടിതമായ ഒരു ആക്രമണം ഈ അതിജീവിതയ്ക്ക് നേരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ, അതായത് കോൺഗ്രസിന്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുൾപ്പെടെ, ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ വലിയ നിലയിൽ ഇവരുടെ ഐഡന്റിറ്റി മനഃപൂർവ്വം വെളിവാക്കുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട്, ഇവരുടെ പേര് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അതിജീവിതയെ വലിയ നിലയിൽ അവഹേളിക്കുന്ന നിലയിലേക്കുള്ളൊരു ഇടപെടൽ ഉണ്ടാകുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പല ചാനൽ ചർച്ചകളിലും ഇരുന്ന് ഈ അതിജീവിതയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം, അവർ ജോലി ചെയ്യുന്ന ഇടത്തെക്കുറിച്ച്, അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അതിൽ സൂചന നൽകുന്ന നിലയിലേക്കുള്ള പല കാര്യങ്ങളും രാഹുൽ ഈശ്വർ ഈ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർക്ക് വലിയ ഒരു മാനസിക പ്രയാസത്തിലേക്ക് ഈ അതിജീവിത പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും ഒടുവിൽ അവർ ഒരു പരാതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആ പരാതി സൈബർ പോലീസിനാണ് അത്തരം പരാതി നൽകുന്നത്. അത് രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല, പല കോൺഗ്രസ് ഈ സൈബർ ഹാൻഡിലുകൾക്കെതിരെ, പല നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ഈ പരാതി നൽകിയിട്ടുണ്ട്.
വലിയ നിലയിൽ പല സ്ത്രീകളും കോൺഗ്രസിനകത്തെ പല സ്ത്രീകളും മഹിളാ കോൺഗ്രസിനകത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും ഈ നിലയിൽ ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഇവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള പല പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പരാതി സൈബർ പോലീസിന് നൽകിയിട്ടുള്ളത്. അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം അതിനകത്തൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഈ നന്ദാവനത്തുള്ള AR ക്യാമ്പിൽ ആണ് ഉള്ളത്. അതിനകത്താണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എത്തിച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസ് കടക്കുന്നതേ ഉള്ളൂ. എന്താണ് നടപടിക്രമം എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് ഇനി വരും നിമിഷങ്ങളിൽ പങ്കുവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രതി ചേർക്കുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. അതിന് മുന്നോടിയായി രാഹുൽ ഈശ്വറിനെ വിളിച്ചു വരുത്തിയതാണ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ വളരെ പെട്ടെന്നുള്ള ഒരു നടപടി ഈ വിഷയത്തിൽ സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീനിധി, ഇപ്പോൾ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിന്റെ ഈ ഒരു നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പറയുമ്പോഴും സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചെന്നാണ് പരാതി.